ഇനി ഗസയിലേക്ക് പോയാൽ ഇസ്രയേലി ബന്ദികളുടെ കൂടുതൽ മൃതശരീരങ്ങൾ ഹമാസ് കൈമാറിയെന്ന വാർത്ത വരുന്നുണ്ടല്ലോ. അതോടെ ഇസ്രായേൽ സേന തടഞ്ഞു വെച്ച ഭക്ഷ്യവസ്തുക്കളും കടന്നു പോകാൻ അനുവദിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അവിടെ കാര്യങ്ങൾ കുഴമറിയുകയാണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ പുതിയ വാർത്ത. ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കാരണം 28 ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കാനുണ്ടായിരുന്നു. അതായിരുന്നു കരാർ. 20 ജീവിച്ചിരിക്കുന്നവരെ വിട്ടുകൊടുത്തു. മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട 28 പേരുടെ മൃതശരീരങ്ങൾ കൊടുക്കാം. അതിലാദ്യം 4 കൊടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ വലിയ പ്രക്ഷോഭത്തിൻ്റെ വക്കിലേക്കൊക്കെ പോയി വലിയ പ്രതിഷേധമുണ്ടായി. അപ്പോഴാണ് 4 എണ്ണം പിറ്റേ ദിവസം, പിന്നെ ഇന്നലെ 4 അങ്ങനെ വിട്ടുകൊടുത്തോടെ അവരൊന്ന് അയഞ്ഞു. അപ്പോൾ അവർ പറയുന്നൊരു വാദം, ഈ ജീവിച്ചിരിക്കുന്നവർ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, കൊല്ലപ്പെട്ടവർ പലതും പല സംഘങ്ങളുടെ കയ്യിലാണ്, അവരിൽ നിന്ന് ഈ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങിയാണ് കൈമാറുന്നത്, അതിന് സമയമെടുക്കും, കുറേ പേര് അവശിഷ്ടങ്ങൾക്കിടയിലുണ്ട്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ട്രംപിന് ഈ ഹമാസിനെ കുറച്ച് വിശ്വാസമാണ്. ഹമാസ് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം 20 പേരെ അവർ ജീവനോടെ വിട്ടു തന്നില്ലേ, അതുകൊണ്ട് അവർക്കെതിരെ വേണ്ട എന്ന് മാത്രമല്ല, അവിടുത്തെ എതിരാളികളെ വെടിവെച്ച് കൊന്നപ്പോൾ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഹമാസ് അവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് കുറച്ച് വെടിവെപ്പൊക്കെ നടത്തുന്നത്, തൽക്കാലം നമുക്ക് ക്ഷമിക്കാം, പക്ഷെ അവിടുന്ന് നിരായുധീകരിച്ച് അവർ പോയില്ലെങ്കിൽ കളി മാറും എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ അവസ്ഥയുള്ളത്. അതിനിടയിൽ എസ്കൈൻ ഈ മണിക്കൂറുകളിൽ ഗസയിൽ തന്നെ ഇസ്രായേലി അതിർത്തി അവർ നിൽക്കുന്നതിൻ്റെ ഭാഗത്തുള്ള 3 പേരെ കൂടി പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട്. അത് കരാറിന് വിരുദ്ധമാണ്. എന്തായാലും 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരടക്കം 14 പേരുടെ മൃതശരീരങ്ങൾ അവിടുത്തെ ആശുപത്രിയിൽ എത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിൽ 12 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഇപ്പോഴും SKN 10,000-ഓളം ആൾക്കാരെ കാണാനില്ല. അവരുടെ മൃതശരീരങ്ങൾ ഈ വലിയ ഒരുപാട് കെട്ടിടങ്ങൾ, 92% കെട്ടിടങ്ങളും തകർന്നു കിടക്കുകയാണ്, അതിൻ്റെ അടിയിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഇതുവരെ 67,000-ൽ പരം 68,000-ന് അടുത്തെന്നാണ് പറഞ്ഞിരുന്നത്. അത് മിക്കവാറും 78-ഓ 80-ഓ ഒക്കെ ആയിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. SKN, താങ്ക് യു ബി ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.